തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു സങ്കട വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സംവിധായകനും നടനുമായ ഭാഗ്യരാജ് അന്തരിച്ചു. 73കാരനായ ഭാഗ്യരാജ് ഹൃദയാഘാതത്തെ തുടർന്നാണ് വിടവാങ്ങിയത്. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാരതിരാജയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെയാണ് നടൻ ഭാഗ്യരാജും യാത്രയാവുന്നത്. തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണിത്. ആരാധകരും താരങ്ങളുമെല്ലാം ഭാഗ്യരാജിന് ആദരാഞ്ജലി അറിയിച്ച് കുറിപ്പുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 50 വർഷത്തോളം അദ്ദേഹം സിനിമാ മേഖലയിൽ സജീവമായിരുന്നു. എല്ലാ ജോണറിലുമുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയിട്ടുമുണ്ട്. കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളുമെല്ലാം തൻ്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരെ കാണിച്ചു തന്നു. അഭിനയവും സംവിധാനവും എഴുത്തുമൊക്കെയായി സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന സിനിമയിലൂടെയായി 1979 അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 75ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. 25ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. മുന്താണെ മുടിച്ചു എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡും നേടിയിട്ടുണ്ട് ഭാഗ്യരാജ്. 1981 അഭിനേത്രിയായ പ്രവീണയുമായിട്ടുള്ള വിവാഹം. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് പ്രവീണ മരിച്ചതിന് ശേഷമായിരുന്നു പൂർണിമയെ വിവാഹം ചെയ്യുന്നത്. ഡാർലിംഗ് എന്ന ചിത്രത്തിൽ പൂർണിമയ്ക്കൊപ്പം അഭിനയിച്ചിരുന്നു അദ്ദേഹം. ആ സൗഹൃദമാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയത്. പ്രശസ്ത മലയാള സിനിമാ നടിയാണ് പൂർണിമ ജയറാം. ശരണ്യയും ശന്തനുവുമാണ് ഇരുവരുടെയും മക്കൾ. അസിസ്റ്റൻ്റായിട്ടാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എഴുത്തിലും തിളങ്ങിയതോടെയായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. സംവിധായകനായി അരങ്ങേറിയതിന് ശേഷമായിരുന്നു നായകനാകാനുള്ള അവസരം ലഭിച്ചത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം കൂടുതൽ സജീവമായത്. ഇടക്കാലത്ത് ഭാഗ്യ എന്ന പേരിൽ പ്രസിദ്ധീകരണവും തുടങ്ങിയിരുന്നു. ഹിന്ദിയിൽ സംവിധാനം ചെയ്തെങ്കിലും അത്ര വിജയകരമായിരുന്നില്ല. ഇനി എഴുത്ത് മതി ഹിന്ദിയിലെന്ന് തീരുമാനിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം. തൻ്റെ സിനിമയിലൂടെയായിരുന്നു മകനെയും ആദ്യമായി വെള്ളിത്തിരയിൽ പരിചയപ്പെടുത്തിയത്. ബാലതാരമായിട്ടായിരുന്നു ശന്തനു അരങ്ങേറിയത്. പിന്നീട് നായകനായും മകൻ അവസരം നൽകിയിരുന്നു അദ്ദേഹം. താരങ്ങളും ചലച്ചിത്ര പ്രവർത്തകരുമായുമെല്ലാം അങ്ങേയറ്റത്തെ അടുപ്പമായിരുന്നു അദ്ദേഹത്തിന്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായികയായിരുന്നു പൂർണിമ ജയറാം. മലയാളത്തിൽ അഭിനയിക്കുന്നില്ലെങ്കിലും തൻ്റെ സൗഹൃദം പൂർണിമയും അതുപോലെ നിലനിർത്തിയിരുന്നു. 80s കൂട്ടായ്മയിലെ പതിവുകാരായിരുന്നു ഇരുവരും. എല്ലാവരെയും വിളിച്ചു കൂട്ടാനും ഒന്നിച്ചു സമയം ചിലവഴിക്കാനും ഒക്കെ ഏറെ ഇഷ്ടമായിരുന്നു ഇരുവർക്കും. ഇവരുടെ കൂടിക്കാഴ്ചയിലെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്യാറുണ്ട്. ഒന്നിച്ചഭിനയിച്ചപ്പോൾ മുതൽ പൂർണിമയും ഭാഗ്യരാജും സുഹൃത്തുക്കൾ. ഭാര്യയുടെ മരണശേഷമായിരുന്നു ആ ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറിയത്. സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന ആളാണ് തൻ്റെ ഭർത്താവ്. നേരത്തെ മുതൽ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം താൻ ശ്രദ്ധിച്ചു വരുന്നെന്ന് പൂർണിമ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കില്ല. അക്കാര്യത്തിൽ മാത്രമാണ് പരിഭവം തോന്നിയിട്ടുള്ളത്. 4-5 പ്രാവശ്യം പറഞ്ഞാലേ അദ്ദേഹം ഗൗനിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ താൻ എന്തായാലും പരിഹാരം കാണുന്നതായിരിക്കുമെന്ന് ഭാഗ്യരാജ് അന്ന് പറഞ്ഞത്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും അഭിമുഖങ്ങളുമെല്ലാം വീണ്ടും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സിനിമാ താരങ്ങളും അതുപോലെ ആരാധകരുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.